പപ്പായ ട്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തതപ്പോൾ എന്തായിരിക്കും? അത് തന്നെ അവക്കാഡോ ട്രിങ്ക് ഉണ്ടാക്കി നോക്കാം നമുക്ക്. ഇതിനായിട്ട് സെയിം പപ്പായ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലേ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത ക്ലേ ആണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ വർക്ക് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. അവക്കാഡോൻ്റെ ഷേപ്പിൽ പേപ്പറാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ബ്ലേഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് ആ ഷേപ്പ് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വെള്ളം കൊണ്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലേ കൊണ്ട് അരികെ വശത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ രാവിലെയാണ് ഈ വോയിസ് ചെയ്യുന്നത്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കിളികളുടെ അണ്ണാൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവക്കാഡോ ഷേപ്പ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ സീഡ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് ക്ലേ കയ്യിലെടുത്ത് റൗണ്ട് ഷേപ്പാക്കി ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് ആ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. പപ്പായ അവക്കാഡോ ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്, ആ സീഡ് മാത്രം കുറച്ച് ഡിഫറൻസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പപ്പായ ഉണ്ടാക്കി നോക്കിയവർക്ക് അവക്കാഡോ ചെയ്യാനും വളരെ സിമ്പിളായിരിക്കും. സീഡ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് സെൻറ്റർ ഭാഗത്ത് കുറച്ചൊന്ന് റഫാക്കിയെടുത്ത് ഒരിത്തിരി വെള്ളം തൊട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ സീഡ് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പം നമ്മുടെ അവക്കാഡോ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായി? വർക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇനി കളർ ചെയ്യുന്ന വീഡിയോ ആയിട്ട് കാണാം.